നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടെത്താമെന്നാണ്. നേരത്തെ അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി കൺസിഡറേഷൻസ് നമ്മൾ നോക്കിയതാണ്. ഒരു അൽഗോരിതം എത്രത്തോളം നല്ലതാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്: ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും. എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം അതിൻ്റെ എക്സിക്യൂഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം മെമ്മറി എടുക്കുന്നുവോ അത് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയും, ഒരു പ്രോഗ്രാം അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുവോ അതിനെ അതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റിയും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനി ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒരു കോഡ് തന്നാൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇതുകൂടി നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു ഫംഗ്ഷൻ എത്ര വ്യത്യസ്തമായ തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് ഉള്ളതെന്നും ഓരോ ഫംഗ്ഷൻസിൻ്റെയും കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസും പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ ഫംഗ്ഷൻസിനും കോംപ്ലക്സിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നും നമ്മൾ പഠിക്കും. ഓർക്കുക, കോംപ്ലക്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യാനായി അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 5 നൊട്ടേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ത്രൂ ഔട്ട് ദ സബ്ജക്റ്റ് ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ബിഗ് ഒ നൊട്ടേഷൻ യൂസ് ചെയ്തായിരിക്കും കോംപ്ലക്സിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലീനിയർ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. കുറേ ഫങ്ഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഫങ്ഷൻസൊക്കെ ഒന്ന് നോക്കുക. ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n+1 എന്നാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ 2n+1 എന്നെഴുതിയ ഫംഗ്ഷനിൽ 2 ടേമുകളാണുള്ളത്. 2 ടേമിലെ ആദ്യത്തെ ടേമിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്നിൻ്റെ പവർ 1ഉം സെക്കൻഡ് ടേമിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്നിൻ്റെ പവർ 0യുമാണ്. ഇവിടെ എന്തുകൊണ്ട് എന്നിൻ്റെ പവർ 0 ആയി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കോൺസ്റ്റൻ്റ് ടേമാണ്. കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എപ്പോഴും വേരിയബിൾ ഏത് തന്നെ ആയാലും അതിൻ്റെ പവർ 0 ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ 1 എന്ന് വെറുതെ എഴുതുന്നതും 1 × n⁻0 എന്നെഴുതുന്നതും തുല്യം തന്നെയാണ്. കാരണം n⁻0യുടെ വാല്യൂ 1 ആണ്. ഏതൊരു വേരിയബിളിനെയും റേസ്ഡ് ടു 0 ചെയ്താൽ എനിത്തിങ് റേസ്ഡ് ടു 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 × n⁻0 എന്നെഴുതുന്നതും 1 എന്ന് വെറുതെ എഴുതുന്നതും ബോത്ത് ആർ സെയിം. അതുകൊണ്ട് കോൺസ്റ്റൻസിൻ്റെ കൂടെയുള്ള വേരിയബിളിൻ്റെ പവർ എത്രയെന്ന് ചോദിച്ചാൽ 0 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എന്നതിൽ 2 ടേംസ് ഉണ്ട്. ആദ്യത്തെ ടേമിൽ പവർ ഓഫ് n 1ഉം സെക്കൻഡ് ടേമിൽ പവർ ഓഫ് n 0യുമാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് അസിംപ്റ്റോട്ടിക് കോംപ്ലക്സിറ്റിയിൽ ഹയർ ഓർഡർ ടേം മാത്രമാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ഓർഡർ ടേമുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലോവർ ഓർഡർ ടേം ഇതായിരുന്നു. ഞാൻ അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് 2n മാത്രമാണ്. ഓക്കെ, അപ്പോൾ 1 അങ്ങ് പോയാൽ പിന്നെ ഒരു ഹയർ ഓർഡർ ടേം മാത്രമേ അവിടെ ഉള്ളൂ, അത് 2n ആണ്. ഇത്രയും ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓർഡർ ടേം എടുത്തതിന് ശേഷം ആ ടേമിൽ ഉള്ള കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷനിൽ കുറേ ടേമുകളുണ്ടാവും. അതിൽ ഹയസ്റ്റ് ഓർഡർ ടേം മാത്രം തിരഞ്ഞെടുക്കുക. ബാക്കി എല്ലാ ടേമുകളും ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ഹയസ്റ്റ് ഓർഡർ ടേമിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റിനെയും റിമൂവ് ചെയ്യുക. ഇതിത്രയും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആണ് n. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിലേക്കാണ്. അപ്പോൾ അപ്രോക്സിമേഷൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കോംപ്ലക്സിറ്റി എഴുതാം. സോ കോംപ്ലക്സിറ്റി ഈസ് റിട്ടൺ ആസ്, എങ്ങനെയാണ്? ബിഗ് ഒ ഉപയോഗിച്ചിട്ടാണ് കോംപ്ലക്സിറ്റി എഴുതേണ്ടത്. സോ ഞാൻ എഴുതാൻ പോകുന്നു ബിഗ് ഒ ഓഫ് n. മനസ്സിലായോ? ഇത് നമ്മൾ ഒരെണ്ണം സോൾവ് ചെയ്തു. അടുത്ത നമുക്ക് നോക്കാം. അടുത്തതാണ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 5n. എഫ് ഓഫ് എൻ ഈക്വൽ ടു 5n എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ലോവർ ഓർഡർ ടേമുകൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഹയർ ഓർഡർ ടേം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ എഴുതുന്നു ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
എഫ് ഓഫ് എൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5n എന്നെഴുതി. കട്ട് ചെയ്യാൻ ലോവർ ഓർഡർ ടേംസുകളൊന്നുമില്ല, ആകെ ഒരു ടേമാണ്, അത് നമ്മളങ്ങ് സെലക്ട് ചെയ്തു. ഈ ഹയർ ഓർഡർ ടേമിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റിനെ കൂടി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നതാണ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n എന്നുള്ളത്. അപ്പോൾ n എന്ന് ബാക്കി കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് കോംപ്ലക്സിറ്റി എഴുതാമല്ലോ. എന്താണ് കോംപ്ലക്സിറ്റി? കോംപ്ലക്സിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് O ഓഫ് n. ഇത്രയും ചെയ്യുക. ടോട്ടൽ ടേമുകളിലെ ഹയസ്റ്റ് പവറുള്ള ഏത് ടേമിലാണോ എന്നിന് ഹയസ്റ്റ് പവർ ഉള്ളത് ആ ടേം മാത്രം സൂക്ഷിക്കുക, ബാക്കി എല്ലാ ടേമുകളും റിമൂവ് ചെയ്യുക. ആ ഹയസ്റ്റ് പവർ ഓഫ് n ഉള്ള ടേമിലെ കോൺസ്റ്റൻറ്റിനെയും റിമൂവ് ചെയ്യുക. ബാക്കി വരുന്നത് എന്ത് തന്നെയായാലും അതിനെയാണ് കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ ഫംഗ്ഷനാണ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു n പ്ലസ് 6. രണ്ട് ടേമുകളാണുള്ളത്. ഫസ്റ്റ് ടേമിൽ എന്നിൻ്റെ പവർ 1, സെക്കൻഡ് ടേമിൽ എന്നിൻ്റെ പവർ 0. രണ്ട് ടേമിൽ ഇത് ലോവർ ഓർഡർ ടേമാണ്, അതിനെ അങ്ങ് റിമൂവ് ചെയ്തു. ബാക്കി വരുന്നത് എന്താണ്? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/2 ഇൻറ്റു n എന്നാണ് വരുന്നത്. ഇതിൽ 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെയും റിമൂവ് ചെയ്യും. അപ്പം നമുക്ക് ബാക്കി കിട്ടുന്നത് n എന്നാണ്. സോ കോംപ്ലക്സിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് O ഓഫ് n. ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 3 + n/2. ഓക്കെ, 3 + n/2 എന്ന ഫംഗ്ഷൻ എടുത്തപ്പോഴും അതിൽ രണ്ട് ടേംസ് ആണ് ഉള്ളത്. ഈ ടേമിൽ എന്നിൻ്റെ പവർ 0യും അടുത്ത ടേമിൽ എന്നിൻ്റെ പവർ 1ഉമാണ്. n/2 എന്നെഴുതുന്നതും 1/2 ഇൻറ്റു n എന്നെഴുതുന്നതും ഒന്ന് തന്നെയാണ്. ഈ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നിൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ രണ്ട് ടേമിൽ ലോവർ ഓർഡർ ടേമിനെ ക്യാൻസൽ ചെയ്യുക, ബാക്കി വരുന്നത് n/2 മാത്രമാണ്. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് എൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n/2. ഇതിൽ കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/2 ക്യാൻസലായി പോവും. അപ്പോൾ ബാക്കി വരുന്നത് വീണ്ടും n മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കോംപ്ലക്സിറ്റി എഴുതാം. ഹെൻസ് ദ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് O ഓഫ് n. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫങ്ഷൻസ് പല രീതിയിൽ ആവാം. 2n + 1 എന്നോ fn 5n എന്നോ 1/2n + 6 എന്നോ എന്ത് ഫംഗ്ഷൻ തന്നാലും തരുന്ന ഫംഗ്ഷനിൽ ഹയസ്റ്റ് പവർ ഓഫ് n 1 ആണെങ്കിൽ, ഓക്കെ, അതായത് ഈ 4 എക്സാമ്പിൾസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതിൽ ഏതെടുത്താലും ഇവരിലൊക്കെ തന്നെ ഉള്ള ടേമുകളിൽ എന്നിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഏത് ഫംഗ്ഷനിലാണോ ഹയസ്റ്റ് പവർ ഓഫ് n 1 ആയിട്ട് വരുന്നത് അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ലീനിയർ ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഫംഗ്ഷൻ ലീനിയർ ആണെങ്കിൽ ഉറപ്പായും കോംപ്ലക്സിറ്റി നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? ബിഗ് O ഓഫ് n എന്നേ കിട്ടുള്ളൂ. വ്യത്യസ്തമായ ഫംഗ്ഷനുകളായിരുന്നു എങ്കിൽ പോലും ഇവയൊക്കെ തന്നെ ലീനിയർ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ കോംപ്ലക്സിറ്റി നോക്കിക്കേ, എല്ലാവർക്കും ഒരുപോലെ എന്താണ്? എല്ലാത്തിനും ബിഗ് O ഓഫ് n തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് റൂള് മനസ്സിലാക്കുക. ഫംഗ്ഷൻ ലീനിയർ ആണെങ്കിൽ ഉറപ്പായും കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് n ആയിരിക്കും. അടുത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിലേക്ക് നമുക്ക് പോകാം. അടുത്തതാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ ആദ്യമേ പറയാം. ഒരു ഫംഗ്ഷനിൽ ഒരുപാട് ടേംസ് ഉണ്ടാവും. അതിൽ ഹയസ്റ്റ് പവർ ഓഫ് n എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഏത് ഫംഗ്ഷനിലാണോ എന്നിൻ്റെ ഹയസ്റ്റ് പവർ 2 ആയിട്ടിരിക്കുന്നത് അത്തരം ഫംഗ്ഷനുകളെയാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 3 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. 3 എക്സാമ്പിളിൽ ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n + n² + 5/2. 3 ടേമുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ n² എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് പവർ ഓഫ് n എന്ന് പറയുന്നത്. ഒരു ടേമിൽ ഫസ്റ്റ് ടേമിൽ എന്നിൻ്റെ പവർ 1 ആണ്, സെക്കൻഡ് ടേമിൽ എന്നിൻ്റെ പവർ 2, ലാസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് എന്നിൻ്റെ പവർ 0. അപ്പോൾ 3 ടേമുകളിൽ എന്നിൻ്റെ ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് ആ ടേം ഒഴിച്ച് ബാക്കി 2 ടേമുകളും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി വരുന്ന വാല്യൂ n² എന്ന് ആണ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത്. ഹയർ ഓർഡർ ടേം ഇതാണ്. ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റൻറ്റ് 1 ആണ്, അത് റിമൂവ് ചെയ്യുക. കോൺസ്റ്റൻറ്റും റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് n ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n² എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി നമുക്ക് എഴുതാം. കോംപ്ലക്സിറ്റി ഈസ് ബിഗ് O ഓഫ് n².
മനസ്സിലായോ? അടുത്തൊന്ന് നോക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ 2 പ്ലസ് 3n. രണ്ട് ടേമുകളെ ആകെ ഉള്ളൂ. ഫസ്റ്റ് ടേമിൽ എന്നിൻ്റെ പവർ 2ഉം സെക്കൻഡ് ടേമിൽ എന്നിൻ്റെ പവർ 1ഉമാണ്. അങ്ങനെയെങ്കിൽ ലോവർ ഓർഡർ ടേമിനെ ക്യാൻസൽ ചെയ്യുന്നു, ഹയർ ഓർഡർ ടേം മാത്രം എടുക്കുന്നു, വിച്ച് ഇസ് എൻ സ്ക്വയർ ബൈ 2. ഹയർ ഓർഡർ ടേമിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് കൂടി റിമൂവ് ആയാൽ ബാക്കി വരുന്നത് എൻ സ്ക്വയർ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഓഫ് എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ സ്ക്വയർ. ദെയർഫോർ കോംപ്ലക്സിറ്റി എന്താണ്? ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ. അടുത്ത ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 5n പ്ലസ് 3n സ്ക്വയർ ബൈ 2. വീണ്ടും രണ്ട് ടേമേ ഉള്ളൂ. ഫസ്റ്റ് ടേം നോക്കുമ്പോൾ പവർ ഓഫ് എൻ 1 ആണ്, സെക്കൻഡ് ടേം നോക്കുമ്പോൾ പവർ ഓഫ് എൻ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ടേം ഒഴികെ ബാക്കി ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്നത് 3n സ്ക്വയർ ബൈ 2 എന്നാണ്. അതിൽ കോൺസ്റ്റൻ്റ് റിമൂവ് ചെയ്യുക, അതായത് 3/2 റിമൂവായി പോകുന്നു. ബാക്കി വരുന്നത് എൻ സ്ക്വയർ എന്നാണ്. അങ്ങനെ നമുക്ക് എഫ് ഓഫ് എൻ്റെ വാല്യൂ കിട്ടി, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ സ്ക്വയർ. എഫ് ഓഫ് എൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാലുടൻ നമുക്ക് കോംപ്ലക്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യും. ഹെൻസ് ദ കോംപ്ലക്സിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ. ഇനി നോക്കുക, ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആയിരുന്നു. 3 വ്യത്യസ്തമായ ആയിരുന്നു എങ്കിലും ഈ ഫംഗ്ഷനുകളൊക്കെ തന്നെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവരുടെയൊക്കെ കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് കിട്ടി? എല്ലാത്തിനും കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ ആയിരിക്കും. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് ആണെങ്കിൽ അവരുടെ കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് നേരെ അത് മറ്റ് ഫംഗ്ഷനുകളിലേക്കൊന്ന് പോകാം. അടുത്ത ഫംഗ്ഷനാണ് ക്യൂബിക് ഫംഗ്ഷൻ. ക്യൂബിക് ഫംഗ്ഷൻസ് ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 5/6n ക്യൂബ് പ്ലസ് 3n പ്ലസ് 4. ഇവരിൽ ഈ ഒരു ടേം മാത്രമാണ് ഹയസ്റ്റ് പവർ ഓഫ് n ഉള്ളത്, 3. ഏറ്റവും ബാക്കി ഏത് ടേം എടുത്താലും ഇവിടെ എന്നിൻ്റെ പവർ 2, ഇവിടെ എന്നിൻ്റെ പവർ 1, ഇവിടെ എന്നിൻ്റെ പവർ 0. അപ്പോൾ ഏറ്റവും ഹയസ്റ്റായിട്ട് വരുന്ന എന്നിൻ്റെ പവർ 3 ആണ്. ഏത് ഫംഗ്ഷനിലാണോ ഹയസ്റ്റ് പവർ ഓഫ് n 3 ആയിട്ട് വരുന്നത് ആ ഫംഗ്ഷനുകളെയാണ് നമ്മൾ ക്യൂബിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ക്യൂബിക് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ ഹയസ്റ്റ് പവർ ഓഫ് n ഉള്ള ടേം മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും. ബാക്കി വരുന്നത് എന്താണ്? ബാക്കി വരുന്നത് 5n ക്യൂബ് ബൈ 6 എന്നാണ്. അതിലെ കോൺസ്റ്റൻ്റ് കൂടി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി വരുന്നത് n ക്യൂബ് എന്ന് മാത്രമാണ്. അപ്പോൾ ക്യൂബിക് ഫംഗ്ഷൻസിലെ ഹയർ ഓർഡർ ടേം എടുത്ത് അതിലെ കോൺസ്റ്റൻ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ടേമിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ n ക്യൂബ് എന്നാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് എഫ് ഓഫ് എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n ക്യൂബ്, കോംപ്ലക്സിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് ഒ ഓഫ് n ക്യൂബ്. അടുത്ത നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷനാണ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n ക്യൂബ് പ്ലസ് 5 എന്നുള്ളത്. n ക്യൂബ് പ്ലസ് 5-ലാകെ 2 ടേംസേ ഉള്ളൂ. ലോവർ ഓർഡർ ടേമിനെ ക്യാൻസൽ ചെയ്തു. ഹയർ ഓർഡർ ടേം n ക്യൂബ് മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എഫ് ഓഫ് എന്നിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് n ക്യൂബിലേക്ക് എഴുതി. ഹയർ ഓർഡർ ടേമിൻ്റെ കൂടെ പ്രത്യേകിച്ച് കോൺസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എഫ് ഓഫ് എൻ്റെ വാല്യൂ n ക്യൂബ് തന്നെയാണ്. കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു ഫോർ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഒ ഓഫ് n ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n ക്യൂബ് പ്ലസ് 2/3n പ്ലസ് 3. 3 ടേമുകളാണുള്ളതെങ്കിലും ലോവർ ഓർഡർ ടേമുകളിനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഹയർ ഓർഡർ ടേം ഒന്ന് മാത്രം ബാക്കിയാവുന്നു. അതിൻ്റെ വാല്യൂ n ക്യൂബാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എഫ് ഓഫ് എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n ക്യൂബ് ആൻഡ് ഹെൻസ് ദ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഒ ഓഫ് n ക്യൂബ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം
ക്യൂബിക് ഫങ്ഷൻസ് ഏത് തന്നെ ആയാലും അവരുടെയൊക്കെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബിഗ് ഒ ഓഫ് എൻ ക്യൂബ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ലീനിയർ ആണെങ്കിൽ കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ, ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ കിട്ടുന്ന കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ സ്ക്വയർ, ഫംഗ്ഷൻ ക്യൂബിക് ആണെങ്കിൽ കിട്ടുന്ന കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് എൻ ക്യൂബ് എന്നായിരിക്കും. ഓക്കെ, ശരി. ഇനി ലോഗരിതമിക് ഫങ്ഷൻസ് ആണ്. ലോഗരിതമിക് ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 + log n. ഈ ഒരു ഫംഗ്ഷനിൽ എൻ സ്ക്വയർ ഇല്ല, എൻ ക്യൂബ് ഇല്ല, ഒന്നുമില്ല. വെറും എൻ എന്ന് പറയുന്ന ടേമും ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? ഒരു കോൺസ്റ്റൻറ്റ് ടേമും പിന്നെ ഒരു ലോഗരിതമിക് ടേമുമാണ് ഉള്ളത്. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുമ്പോഴും അത് തന്നെ. ഇവിടെ എൻ സ്ക്വയറോ എൻ ക്യൂബോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു ലോഗരിതമിക് ടേമും അതിനോടൊപ്പം ഒരു കോൺസ്റ്റൻറ്റ് ടേമുമാണ്. ഇത്തരത്തിലെ ഫംഗ്ഷനുകളാണ് വരുന്നതെങ്കിൽ അവയെയൊക്കെ തന്നെ നമ്മൾ വിളിക്കുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്നാണ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ കോംപ്ലക്സിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. അവിടെ കൊടുത്തിരുന്ന വാല്യൂ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 + log n എന്നാണ്. അതിൽ ലോവർ ഓർഡർ ടേമിനെ ക്യാൻസൽ ചെയ്യുക, ബാക്കി വരുന്ന വാല്യൂ എഫ് ഓഫ് എന്നിലേക്ക് അസൈൻ ചെയ്യുക. സോ എഫ് ഓഫ് എൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു log n എന്നാണ് log n എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ദെയർഫോർ കോംപ്ലക്സിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് ബിഗ് ഒ ഓഫ് log n. അടുത്ത എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n log n + 5 എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊരു ടേമാണ് നമുക്ക് കിട്ടിയത്. ലോവർ ഓർഡർ ടേമിനെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n log n. ഈക്വൽ ടു എന്നല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നാണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു n log n എന്നാണ്. അതുകൊണ്ട് നമുക്ക് കോംപ്ലക്സിറ്റി എഴുതാം. ഹെൻസ് ദ കോംപ്ലക്സിറ്റി ഈസ് ബിഗ് ഒ ഓഫ് n log n. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോഗരിതമിക് ഫങ്ഷൻസിൻ്റെ കോംപ്ലക്സിറ്റിയും കണ്ടുപിടിക്കാവുന്നതാണ്. മനസ്സിലായോ? ഇനി അത്തരം ഫംഗ്ഷനുകൾ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് ആണ്. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനുകളെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 raised to n + n/5 + 3. അതിൽ ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ. നമ്മൾ എത്രയും നാളും എൻ ക്യൂബ് അല്ലെങ്കിൽ എൻ സ്ക്വയർ ഇത്തരം ടേമുകളാണ് കാണുന്നത്. എന്നിനെ ആണ് പവറിൽ റേസ് ചെയ്തത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞേ? ഇപ്പം നമ്മൾ പറയുന്നത് ഇത്തരം ടേംസ് 2 raised to n, t raised to n, 3 raised to n. അപ്പോൾ ഇവിടെ ഒക്കെ പവർ എന്നിലേക്കാണ് നമ്മൾ റേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടേമുകൾ വരികയാണെങ്കിൽ അവയൊക്കെ തന്നെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത്? സെയിം തിങ്, ലോവർ ഓർഡർ ടേമുകളെ ക്യാൻസൽ ചെയ്യുക. എഫ് ഓഫ് എന്നിനെ എന്ത് ചെയ്യണം? ഹയർ ഓർഡർ ടേമിലേക്ക് അസൈൻ ചെയ്യുക. F of n is approximately equal to 2 raised to n, hence the complexity is big O of 2 raised to n എന്നെഴുതാം. അടുത്ത ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 + 3n + 3 raised to n. 3 ടേമുകൾ ഉണ്ടെങ്കിലും ഇതിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ലോവർ ഓർഡർ ടേമുകളെ എല്ലാം ക്യാൻസൽ ചെയ്ത ശേഷം ബാക്കി വരുന്ന വാല്യൂവിനെ നമുക്ക് എഫ് ഓഫ് എന്നിലേക്ക് അസൈൻ ചെയ്യാം. സോ എഫ് ഓഫ് എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 raised to n and hence the complexity is big O of 3 raised to n. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനുകളാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എൻ്റെ വാല്യൂ 100 എന്ന് കിട്ടി, അല്ലെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി, അല്ലെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 50,000 എന്നോ 5 lakh എന്നോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഓരോ ഫംഗ്ഷനിലും അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന വാല്യൂ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. ഇവിടെ n² എന്നോ n³ എന്നോ ഇതിനെ ലീനിയർ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല, ബിക്കോസ് പവർ ഓഫ് n 1 അല്ല.
ക്വാഡ്രാറ്റിക് അല്ല, ക്യൂബിക് അല്ല, ലോഗരിതമിക് അല്ല, എക്സ്പൊണൻഷ്യൽ അല്ല. ഓൺലി ഒരു ചെറിയ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വലിയൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സിറ്റി എഴുതുന്നത് നോക്കുക. 100 എന്ന് എഴുതുന്നതും 100 × n⁻0 എന്ന് എഴുതുന്നതും തുല്യമാണ്. 2 എന്ന് വെറുതെ എഴുതുന്നതും 2 × n⁻0 എന്ന് എഴുതുന്നതും തുല്യമാണ്. 5 lakh എന്ന് എഴുതുന്നതും 5 lakh × n⁻0 എന്ന് എഴുതുന്നതും തുല്യമാണ്. അപ്പോൾ ഇവ ഓരോന്നിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന n-ൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആകെ ഒരു ടേമേ ഉള്ളൂ, അതിൻ്റെ കൂടെയുള്ള n-ൻ്റെ പവർ 0യുമാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ ലോവർ ഓർഡർ ടേമുകളില്ല. ആകെയുള്ളത് ഒരു ഹയർ ഓർഡർ ടേം മാത്രമാണ്. ആ ഹയർ ഓർഡർ ടേമിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റുകളെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ ഉള്ള ഒരേ ഒരു ടേമിലെ കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100 അങ്ങ് പോകും. ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷനിൽ 2 × n⁻0 എന്നായിരുന്നു. അവിടെ ആകെ ഒരു ടേമേ ഉള്ളൂ, അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 അങ്ങ് റിമൂവ് ആവും. ലാസ്റ്റ് ഫംഗ്ഷൻ f(n) = 5 lakh എന്നാണ്. അതിനെ ഞാൻ 5 lakh × n⁻0 എന്ന് എഴുതി. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ടേമിലെ കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ അവിടെയും n⁻0 എന്ന് ബാക്കി വരുന്നു. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്താലും അവയൊക്കെ തന്നെ ഹയർ ഓർഡർ ടേം സെലക്ട് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റൻസ് റിമൂവായി പോകുന്നത് കൊണ്ട് ബാക്കി വരുന്നത് n⁻0 മാത്രമായിരിക്കും. അതായത് എനിക്ക് ഇവിടെയും ഇങ്ങനെ എഴുതാം, f(n) is approximately equal to n⁻0. കാരണം n⁻0യുടെ കൂടെ ആകെ ഉള്ളത് n⁻0 മാത്രമാണ്. അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്ത് വരും? n⁻0 മാത്രം. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ അവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതേണ്ടി വരും, f(n) is approximately equal to n⁻0. മൂന്നാമത്തെ അവിടെയും അത് തന്നെ, f(n) is approximately equal to n⁻0. അപ്പോൾ അപ്രോക്സിമേറ്റഡ് വാല്യൂ n⁻0 ആണെങ്കിൽ കോംപ്ലക്സിറ്റി എന്താണ്? ബിഗ് കോംപ്ലക്സിറ്റി ക്യാൻ ബി ഓൾസോ n⁻0. വാട്ട് ഈസ് n⁻0? n⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? എനിത്തിങ് (0) is 1. സോ f(n) is approximately equal to 1 എന്നെഴുതാം. ഇവിടെയും f(n) is approximately equal to 1 ആണ്. ഇവിടെയും f(n) is approximately equal to 1. എന്തുകൊണ്ട് 1 ആയി? ഇനിഷ്യലി കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരുന്നു അസൈൻ ചെയ്തിരുന്നത്. കോൺസ്റ്റൻറ്റിൻ്റെ കൂടെയുള്ള പവർ ഓഫ് n 0 ആണ്. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ടേമാണ്. ആ ടേമിൽ നിന്ന് കോൺസ്റ്റൻറ്റിനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ ബാക്കി കിട്ടുന്നത് n⁻0 ആണ്. ആ n⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസിനൊക്കെ തന്നെ f(n)ൻ്റെ വാല്യൂ 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻസ് ദ കോംപ്ലക്സിറ്റി ഈസ് റിട്ടൺ ആസ് ബിഗ് O of 1, ബിഗ് O of 1, ബിഗ് O of 1. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഫങ്ഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് അസൈൻ ചെയ്താലും അതൊരു കോൺസ്റ്റൻ്റ് ആണോ? ഉറപ്പായും നമുക്ക് കിട്ടുന്ന കോംപ്ലക്സിറ്റി ബിഗ് O of 1 ആണ്. ഇവിടെ f(n) = 100 കൊടുത്തപ്പോഴും ബിഗ് O of 1 കിട്ടി. f(n) = 2 കൊടുത്തപ്പോഴും ബിഗ് O of 1 കിട്ടി. f(n) = 5 lakh കൊടുത്തപ്പോഴും ബിഗ് O of 1 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ത് കോൺസ്റ്റൻറ്റ് കൊടുത്താലും ഉറപ്പായും കോംപ്ലക്സിറ്റി എന്തേ കിട്ടുള്ളൂ? ബിഗ് O of 1 എന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ടാബുലാർ മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മളൊരു അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൗണ്ടിൽ നിന്ന് എങ്ങനെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. മറക്കരുത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മൾ അസിംപ്റ്റോട്ടിക് കോംപ്ലക്സിറ്റി എന്താണെന്നും അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിൽ ബിഗ് O നൊട്ടേഷനാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത് പലതരത്തിലെ ഫംഗ്ഷനുകളുണ്ട്. ഓരോ ഫംഗ്ഷനും എങ്ങനെയാണ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ അടുത്ത പഠിക്കേണ്ട എന്താണ്? ഏതൊരു അൽഗോരിതം തന്നാലും ആ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒരു മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ടാബുലാർ മെത്തേഡ്. ടാബുലാർ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് കൂടാതെ പല അൽഗോരിതത്തിനെയും പല രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്. അത് നമ്മളിനിയും ഫ്യൂച്ചറിൽ പഠിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കപ്പെട്ടാൽ ആ സ്റ്റെപ്പ് കൗണ്ടിൽ നിന്ന് എങ്ങനെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇത് ഓർമ്മ വേണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, താങ്ക് യു.